പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ നന്ദു ആണെങ്കിൽ പിന്നെ ജ്വല്ലറിയിൽ വരുന്ന ഭൂരിപക്ഷ സ്വർണ്ണവും കള്ളക്കടത്താണെന്നൊക്കെ നമ്മളെ നന്ദു ഒക്കെ കണ്ടെത്തുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നന്ദു ആണെങ്കിൽ ആദർശിനെ വിളിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇതിൻ്റെ സോഴ്സ് എന്തായാലും കണ്ടെത്തണം എന്നൊക്കെ നമ്മൾ ആദർശാണെങ്കിൽ നന്ദുവിന് നിർദ്ദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ നന്ദു ആണെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥകളും ഉറവിടമൊക്കെ കണ്ടെത്താൻ വേണ്ടി നമ്മളെ നന്ദു ആണെങ്കിൽ ജ്വല്ലറിയുടെ ഫ്രണ്ടിലാണെങ്കിൽ വേഷം മാറിയൊക്കെ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മളെ നന്ദുവിനെ ആരും മനസ്സിലാക്കുകയും ചെയ്യുന്നില്ല, ആരും വലുതായിട്ട് ശ്രദ്ധിക്കുകയൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ നന്ദു ആണെങ്കിലും പിന്നെ അവിടെ നിന്ന് പോകുന്ന ഓരോ വണ്ടികളും ആണെങ്കിലും നന്ദു ആണെങ്കിൽ നിരീക്ഷിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണെങ്കിൽ സ്വർണം കൊണ്ടുപോകുന്നൊരു വണ്ടിയുടെ സേഫായിട്ടൊരു വണ്ടി ഇങ്ങനെ പോകുന്നത് നന്ദു കാണുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അതിനകത്തുള്ള ഡ്രൈവറെയൊക്കെ കണ്ടിട്ടാണെങ്കിലും നന്ദുവിനാണെങ്കിൽ അത്രയ്ക്കും അങ്ങോട്ട് ഒരു തൃപ്തിയാവുന്നതൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നന്ദു ആണെങ്കിൽ എന്ത് ചെയ്ത് അവരെ ഫോളോ ചെയ്തൊക്കെ പോകുന്നുണ്ട്. പോകുമ്പോഴത്തേക്ക് നമ്മൾ ആ സ്വർണം കൊണ്ടുവന്ന വണ്ടിയാണെങ്കിൽ പോയി നിൽക്കുന്നത് ഒരു ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലായിരുന്നു. അങ്ങനെ ആ സ്വർണം കൊണ്ടുവന്ന വണ്ടിയിൽ ഡ്രൈവറാണെങ്കിൽ ആ ഫ്ലാറ്റിലോട്ട് ഇറങ്ങി പോയിട്ടാണെങ്കിൽ റിസപ്ഷനിലാണെങ്കിൽ ഒരു ലേഡി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ സംസാരിച്ചിട്ടൊക്കെ അയാളങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മൾ നന്ദു ആണെങ്കിൽ പിറക്കെ പോയിട്ടാണെങ്കിൽ ആ ലേഡി അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഇവിടെ വന്ന ആൾ എങ്ങോട്ടാണ് പോയെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ അവരാണെങ്കിൽ നന്ദുവിന് അത്രയ്ക്കും ഒരു പോലീസാണെന്ന് അറിയുന്നില്ലല്ലോ. അവരാണെങ്കിൽ ആട്ടിയൊക്കെ ഇറക്കാനൊക്കെ നോക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നന്ദു പിന്നെ ID കാർഡൊക്കെ എടുത്ത് കാണിച്ചൊക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, എൻ്റെ ജോലിക്ക് എന്തെങ്കിലും തടസ്സമായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ കൂടെ ഞാൻ അറസ്റ്റ് ചെയ്ത് ഞാൻ ലോക്കപ്പിൽ ഇടുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നന്ദുവിനാണെങ്കിൽ ആ പെൺകുട്ടി എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും അയാൾ പോയ റൂമും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ആ റൂമിലോട്ട് എത്തുന്ന സമയത്ത് നിങ്ങൾ അവർക്കെങ്ങാനും ഇവിടെ ഞാൻ വന്ന കാര്യമോ എന്തെങ്കിലും ഡീറ്റെയിൽസോ കാര്യങ്ങളോ പറഞ്ഞ് നിങ്ങൾ ഫോൺ വിളിച്ച് അവർക്ക് വിവരം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് CCTV ദൃശ്യവും കാര്യങ്ങളും എല്ലാം എടുക്കും. പിന്നെ നിങ്ങളുടെ അവസ്ഥ പിന്നെ പറയാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ അറിയാമല്ലോ, നിങ്ങൾ വാർത്തകളും കാര്യങ്ങളും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒന്നും മുതിരണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ നന്ദു ആണെങ്കിൽ ആ പോയ ആളെ പിറകെ പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ ഈ റിസപ്ഷൻ ഇരിക്കുന്ന പെണ്ണാണെങ്കിൽ നന്ദുവിനെ പേടിച്ചിട്ടാണെങ്കിൽ ഒരു കാര്യവും അവരെ വിളിച്ചിട്ട് പറഞ്ഞൊന്നും കൊടുക്കുന്നതൊന്നും ഇല്ലായിരുന്നു. പിന്നാണെങ്കിൽ നന്ദു ആണെങ്കിൽ ഈ ആ പോയ ആളെ പിറകെ പോയിട്ടാണെങ്കിൽ ആ റൂമിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ റൂം ലോക്കൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ നന്ദു ആണെങ്കിൽ ആ റൂമിൻ്റെ ആ വാതിലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നോക്കിയൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ ആ വന്ന ഡ്രൈവർ ഒരാളുമായിട്ട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ നന്ദു കാണുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നന്ദു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇത് ആരുടെ അടുത്ത് അയാൾ സംസാരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു പെണ്ണിൻ്റെ സൗണ്ടും ഒക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നന്ദു ആണെങ്കിൽ ഡോറൊന്ന് സൈഡ് ചെറുതായി ഒന്ന് തുറന്ന് നോക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ അവന്തികയാണ് അവിടെ നിൽക്കുന്നത്. അപ്പോഴത്തേക്കും നന്ദു ചിന്തിക്കുന്നുണ്ട്, അവന്തികയും ഇവരുമായിട്ട് എന്താണ് ഇടപാടെന്നൊക്കെ ഉള്ള ഒരു കാര്യമൊക്കെ നന്ദു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് ഇവരെ സംസാരത്തിൽ നിന്ന് നമ്മളെ നന്ദുവിന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പം അവന്തികയുടെ അച്ഛനാണ് നാഗേന്ദ്രൻ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ നന്ദുവിനാണെങ്കിലും മനസ്സിലാവുന്നുണ്ട്. ആ സമയത്ത് നന്ദു ആണെങ്കിൽ നേരെ കയറി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. കയറിയാണെങ്കിൽ നല്ലതുപോലെ പൊളിച്ചെടുക്കിയിട്ടാണെങ്കിൽ നാഗേന്ദ്രനെ അറസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ആ സമയത്ത് നാഗേന്ദ്രനാണെങ്കിൽ നന്ദുവിനെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, ഇതിനെയും കാട്ടി വലിയ ആൾക്കാരെ ഞാൻ ശരിയാക്കി എടുത്തിട്ടുണ്ട്, പിന്നാണോ ഇനിയിപ്പോൾ നിങ്ങളെ വെല്ലുവിളി ഞാൻ കേൾക്കാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി വരുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നന്ദു പറയുന്നുണ്ട്, ഈ ഒരു കള്ളക്കടത്ത് സ്വർണ്ണത്തിൻ്റെ ഉറവിടം എവിടെയാണെന്നൊക്കെ ഞങ്ങൾ അന്വേഷിച്ചിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. എന്തായാലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പം നിങ്ങളിലേക്ക് ഞങ്ങൾക്ക് വന്നെത്താൻ സാധിച്ചതെന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് നമ്മളെ നന്ദു ആണെങ്കിൽ നാഗേന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്ത് ആദ്യം ഞാൻ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകത്തില്ല, നിന്നെ ഞാൻ ആദ്യം കൊണ്ടുപോകാൻ പോകുന്നത് മുത്തശ്ശൻ്റെ ആദർശേട്ടൻ്റെ മുമ്പിലായിരിക്കും ഞാൻ കൊണ്ടുപോയി ഇട്ട് കൊടുക്കാൻ പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നത് നമ്മൾ ആ നാഗേന്ദ്രനെ ആണെങ്കിൽ ചെറിയൊരു ടെൻഷനൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.